Hello friends, welcome back our channel. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അജാനും അതുപോലെ തന്നെ ഞാൻ ഇതുവരെ കാണിക്കാത്ത ഒരാളുണ്ട്. അതാണ് റൂബീസ്. നമ്മളെ കൂട്ടത്തിലുള്ള ഏറ്റവും ക്യൂട്ട് സാധനവും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എൻ്റെ ഉമ്മാന്റെ ജീവന്റെ കട്ടയാണ്. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് 2 മാസമാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പം ഇവൻ എൻ്റെ നമ്മളെ ഗെയിമിൽ വന്നിട്ട് 2 മാസം ആവാറായിന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര ഇവനിക്ക് മുമ്പായിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അത് സെയിം പേര് തന്നെയായിരുന്നു. ഉമ്മ പെറ്റ മക്കളെ പോലെ തന്നെ ഉമ്മാനെ നമ്മൾ 5 ആളാണ്. 6ാമത്തെ ഒരാളായിട്ടാണ് ഇവൻ കയറി വന്നത്. ശരിക്കും പറഞ്ഞാല് അങ്ങനെയും സ്നേഹിച്ച് ലാളിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് ഇല്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ. നമ്മൾ വിചാരിച്ച് ഇവനെ കാണാണ്ടായ സമയത്ത് ഇവൻ പോകും. പക്ഷെ ഇവൻ എന്ത് ചെയ്യും, തിരിച്ചു വരാറുണ്ട്. അതേ സമയം വൈകുന്നേരം ആകുമ്പോൾ രാവിലെ പോയില്ലെങ്കിൽ വൈകുന്നേരം എത്തും, വൈകുന്നേരം പോയാൽ രാത്രിക്ക് എത്തും, അങ്ങനെ എത്താറുണ്ട്. ചിലപ്പോൾ പാതിരാക്കൊക്കെ 10 മണിക്കൊക്കെ പോയാല് ഒരു 2 മണി 3 മണി നേരത്തേക്ക് ഇവൻ എന്ത് ചെയ്യും, വന്നിട്ട് ഒച്ചപ്പാടാക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷെ ബറാത്തിന്റെ ടൈമില് ഇവൻ എന്തായിട്ടില്ല, വന്നിട്ടില്ല. ഇവൻ പോയിട്ട് നമ്മൾ വിചാരിച്ചു, നമ്മൾ കണ്ടിട്ടില്ല സംഭവം. ഇവൻ പുറത്ത് കീണത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇവനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അപ്പൊ നമുക്ക് തരുന്നത് ഇവന് വീട്ടിലില്ലാന്നും ഇവനെ കാണാണ്ടായിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച് വരും വിചാരിച്ചിട്ട് പരതി ദുനിയാവില് പരതാത്ത സ്ഥലം നമ്മളെ ഏരിയയിൽ ഫുള്ള് പരതി. പക്ഷെ എവിടെയും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മള് എന്താ പറയാ, അന്നത്തെ ദിവസം ഫുള്ള് ഡള്ളേനു. ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും എന്താ പറയാ, ഒന്നിനും യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നമ്മള് അപ്പോ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഉറങ്ങല. അപ്പൊ പുറത്തെ വീട്ടിലെ പിള്ളേർ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ പൂച്ചയുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് ഉറങ്ങി എണീച്ച് കേൾക്കുന്നത് ഇതാണ്. സങ്കടത്തിലാണ് ഉറങ്ങിയത്, ഉറക്കം വന്നിട്ടും ഇല്ല. അപ്പൊ പൂച്ച ഉണ്ട് എന്ന് പറയുമ്പോ പിള്ളേരെന്നെ പറഞ്ഞു പൂച്ച കിണറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ തന്നെ പകുതി ശ്വാസം തേച്ചും പോയി. കാരണം 5 വർഷം നമ്മൾ ഉണ്ടായ ഒരാള് മരണം എന്ന് വെച്ചാൽ വെരി അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മളെ കണ്ട മനുഷ്യന്മാർ നാളെ ഉണ്ടാവുന്നില്ല. നിങ്ങളെ വിചാരിക്കും ഇതൊരു കാറ്റല്ലേ, മനുഷ്യന്മാരൊക്കെ പോയാല്. മനുഷ്യന്മാര് പോയിട്ടൊന്നും ഇത്രയില്ല ഉണ്ടായിട്ടില്ല, പിന്നെയല്ലേ കാറ്റാണ്. പക്ഷെ പെറ്റ്സിനെ നിങ്ങൾ നല്ലപോലെ സ്നേഹിച്ച് നോക്കണം, എന്നാലേ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക്, ഞാൻ പറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത്രയ്ക്ക് സീന് സാധനമാണ്. ഒരു ഉമ്മക്ക് ഇങ്ങനെ പൂച്ചന ഭയങ്കര ഒസ്വാസം കളിയൊക്കെ ആയിരുന്നു. നമുക്ക് എന്തോ പക്ഷെ ഉമ്മ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാലുണ്ട് പിന്നെ മനുഷ്യന്മാരായപ്പോഴും ഉമ്മ വെറുതെ വിടൂല. സ്നേഹിച്ചിട്ട് അങ്ങ് ഇല്ലാണ്ടാക്കുന്ന ഒരാളാണ്. തീരെ ആവുന്നില്ല. വാങ്ങിക്കുന്നുണ്ട് അതേപോലത്തെ സാധനം വേണം, അതേ സെയിം കളറായിരിക്കണം, എല്ലാം അതേപോലെ തന്നെ, പേര് വരെ മാറ്റുണ്ട് അതേപോലത്തെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രമാത്രം അതില്ലാണ്ടിരിക്കുമ്പോ നല്ല പോലെ കയറിഞ്ഞിട്ടുണ്ട്. ചിലപ്പം പഠിച്ചോൻ അത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സെയിം സാധനം, സെയിം വേഷം, സെയിം റയർ പീസ് സാധനം നമ്മൾ 2ാമത്തെ ഷോപ്പ് തപ്പുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി, പോവല്ല, നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. മാഷാഅല്ലാഹ് ഇത് സെയിം സാധനം തന്നെയാണ്, സെയിം കളർ, സെയിം കണ്ണ്, എല്ലാമേ സെയിം. ക്യാമറയിൽ നോക്ക്, ഹായ് പറ. ഹായ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ. അയ്യോ ഫൈൻ. എന്തെങ്കിലും ഒന്ന് വളർത്ത് കോഴികളെ. അങ്ങനെ അത് നിങ്ങളെ സ്നേഹിക്കുന്നത് കണ്ടാലുണ്ടല്ലോ പിന്നെ അസ്ഥിക്ക് പിടിച്ച അതൊക്കെ പറയുന്നതിനെ കിട്ടുന്നതല്ലേ. ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ചൂടുള്ള മേത്ത് വയ്ക്കുന്നവരും വടിയും ഓടിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ നമ്മള് മിണ്ടാപ്രാണിയെ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അറിയില്ലല്ലോ, വർത്താനം പറയാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, ആക്ഷൻസ് ഇടാൻ അറിയില്ല. ഒക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട സംഭവങ്ങളാണ് ഫുഡ് കഴിക്കലും വെള്ളം കുടിക്കലൊക്കെ. സോ കുട്ടികളൊക്കെ ഫോൺ അഡിക്ഷൻ. അപ്പൊ അതില്ലാണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വല്ല പെറ്റ്സിനോ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, അതും വെച്ച് കളിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.